വണ്ടി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പുതിയ വണ്ടി? നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര നഴ്സിംഗ് കോളേജ് സിപാസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സിപാസിന് പുതിയ ബസ് അനുവദിച്ചിരിക്കുകയാണ്. സ്ഥല എംഎൽഎയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ KN ബാലഗോപാലിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പുതിയ ബസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മത്തിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. കൊട്ടാരക്കര നഴ്സിംഗ് കോളേജിൽ സിപാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള സിപാസിലെ സ്ഥാപനമാണ് ഈ കൊട്ടാരക്കര നഴ്സിംഗ് കോളേജ്. നഴ്സിംഗ് കോളേജ് കഴിഞ്ഞ വർഷം ആരംഭിച്ചപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഈ വർഷം തുടങ്ങി. അവർക്കൊരു ബസ് സ്വന്തമായിട്ടില്ല. യാത്ര ഇവർക്ക് അതിൻ്റെ ആവശ്യങ്ങളുണ്ട്. പുതിയ ബസ് ഇപ്പോൾ അനുവദിച്ചു. MLA ഫണ്ടിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് അനുവദിച്ചു. പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രം ആയിട്ട് കൊട്ടാരക്കര മാറുകയാണ്. അതിനകത്ത് ആരോഗ്യ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. അതൊക്കെ എടുത്തോ, അതൊക്കെ മുന്നോട്ട് എടുത്തോ. ഇന്ന് തന്നെ ഇവിടെ ഒരു പുതിയ നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടനം, പുതിയ ഒരു ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനമുണ്ട്. 10 കോടി രൂപ ചെലവിൽ നമ്മുടെ ആരോഗ്യമന്ത്രി വരുന്നുണ്ട്. അപ്പോൾ കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ വികസന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വന്നത്. കൂടുതൽ ഇത് നമ്മുടെ മേഖലയെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാണുന്നതാണ് നഴ്സിംഗ് കോളേജിന്റെ 47 സീറ്റുള്ള പുതിയ വാഹനം. ഇതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മമാണ് നമ്മളിപ്പം കണ്ടത്. അതിനോടൊപ്പം തന്നെ സെക്കൻഡ് ബാച്ചിന്റെ ഇനാഗറേഷൻ ഫംഗ്ഷനുമാണ് നമ്മൾ കണ്ടത്. ന്യൂസ് ഡെസ്കിൽ നിന്നും അജീഷ് കൃഷ്ണ.